കണ്ടുകൂടാ. അതെന്താ അങ്ങനെയൊക്കെ വൃത്തിയുടെ സ്ത്രീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇവനെന്തെന്ന് വിളിക്കണോ? ഇന്ന് ഷാനവാസ് ഖാനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയവൻ എന്ത് വിളിക്കണം? വൃത്തിയുടെ പുരുഷൻ എന്ന് വിളിക്കണോ? എന്തായാലും അങ്ങനെയൊന്നും ഇവള് ചെയ്തിട്ടില്ലല്ലോ. അതിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. പിന്നെന്താ? അപ്പൊ അങ്ങനെ ഒന്നും അവനായിട്ട് ചെയ്തല്ല. അയ്യോ, പിന്നെ വേറെ ആരോ വന്ന് ചെയ്തല്ല. സംഭവം എന്ന് പറഞ്ഞാൽ അവര് ഷാനവാസ് ഖാൻ ഒന്ന് തട്ടി പാല് പോയി. അപ്പൊ അവൻ തിരിച്ചൊഴിച്ച് തട്ടിയതല്ല, പിടിച്ചു വാങ്ങാൻ നോക്കിയതാ. അതാണ്. എന്തുവായാലും ഫുഡ് എന്തിനാ എടുത്തു അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം അങ്ങനെ കാണൂലല്ലോ. നിങ്ങൾ എന്തോ പറയുന്നത്? അത് ഭയങ്കര ക്രിമിനൽ ആയി പോകും. അത്രയും ഉദ്ദേശിച്ചാരും ചെയ്യൂല. പക്ഷെ ആ പാലൊക്കെ എന്തിനാ എടുത്തു വെക്കുന്നത്? അപ്പോൾ അവിടെ ഫുഡ് എന്തിനാ മാറ്റി വെക്കുന്നത്? മനസ്സിലായോ? നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ. ഓരോ ഇപ്പം എനിക്ക് മനസ്സിലായി എന്റെ എക്സ്പ്രഷൻ. അല്ല അവര് ഈ രണ്ട് അല്ല പുകയുന്നു. അതിനല്ല അവർക്ക് മെയിൻലി പിടിക്കുന്നത് അവരോട് ഞാൻ നിങ്ങളെ സൈഡ്. ഞാൻ പറഞ്ഞ നിങ്ങളെ സൈഡല്ല. ഞാൻ എനിക്ക് റീസൺ ആയിട്ട് തോന്നിയത് അതാണ്. ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഓരോ പ്രശ്നമാവും അറിഞ്ഞൂടെ? അതിന് കേറിയിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. രാവിലെ എവിടെ നിന്നാണ് തുടങ്ങിയത് സാബുമായി ആലോചിക്കും. സാബുമായി ഈ വീട്ടിലുള്ളതാണ്. സാബുമായി പുറത്തുനിന്ന് വന്ന ഒരാളല്ല. ഈ വീട്ടിലെല്ലാം കണ്ടോണ്ടിരുന്ന കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ബസ്സിൽ എവിടെയാണെങ്കിലും കുറെ ദിവസങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ഒന്നും അല്ലെങ്കിൽ സാബുമായി വൈകാഴ്ച പറഞ്ഞതിന് മുന്നേ സാബുമായി എപ്പിസോഡ് എല്ലാം കണ്ടിട്ട് വന്നതല്ലേ. അപ്പൊ സാബുമായി അറിയത്തില്ല ആരൊക്കെ എന്തൊക്കെ പറയുന്നുള്ളത്. ക്യാരക്ടർ ഇത്രയും നാളായിട്ട് മനസ്സിലായില്ല ആരുടെ. ഇന്ന് രാവിലെ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് അവർ കിച്ചൺ ടീമിൽ 3 പേരുണ്ട്. 2 പേരുള്ള പല പോട്ടെ. ഞാൻ കിച്ചണിൽ ഉണ്ടായ സമയത്ത് ആരും നീ രാവിലെ കുളിക്കാൻ പോകും, ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകും, ഫ്രഷ് ആയിട്ടാണ് പറഞ്ഞത്. ആ ടൈമിൽ അബി ഉണ്ടായിരുന്നു ഒരു ദിവസം. അവന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ മാത്രമേ കിച്ചണിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ. രാത്രി പാത്രം കഴുകി വെക്കുന്ന ടീംസ് പാത്രങ്ങൾ പലപ്പോഴും പാത്രങ്ങൾ ശരിയാവില്ല. കാരണം അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ രാത്രി കറണ്ട് പോകുമ്പോഴാണ് ചില ടീംസ് വെസൽ ടീം എല്ലാം പാത്രം കഴുകുന്നത്. അപ്പൊ അവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തേച്ചൊരുക്കുന്നത്. ഈ പറഞ്ഞ മാവാണെങ്കിൽ ചോറിരിക്കുന്ന പാത്രം എവിടെയെങ്കിലൊക്കെ. അതിപ്പോ നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ നമ്മൾ കുറ്റം പറയാൻ പോകത്തില്ല. അഴുക്കായി ഇതായി എന്താ കഴിവാത്ത എന്ത് വൃത്തിയായി എന്ന് പറയാൻ പോലും. കാരണം എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്നതാണ്. പക്ഷെ ഇത് മനഃപൂർവ്വം അവന്മാർ നമ്മൾ പണി തരാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നോട് പറഞ്ഞ വെസൽ ടീം പാത്രം വൃത്തിയായില്ല, ആ പാത്രം ഒന്ന് കഴിത്തരാൻ. ഈ 3 അപ്പൊ അവന്മാർ നേരെ എന്ത് ചെയ്തു? ആ 3 അവിടെ പോയിരുന്നു. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒരു പാത്രം കഴുകി അവന്മാർക്ക് നേരത്തെ കൂട്ടി പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണമെന്ന് ചിന്തിക്കണോ അതോ ഈ പാത്രം കഴുകിയാലേ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ? അവന്മാരെ ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. അവന്മാരിലെ കിച്ചണിൽ പോവാൻ, കിച്ചണിലെ ടീം ആവാന്ന് പറഞ്ഞ് പോയി നേരെ